ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 3. പ്രാർത്ഥനയാണ് പ്രധാനം. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. വരാനിരിക്കുന്ന ബ്രെയിൻ സ്കാനിങ്ങിനായി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കൾ വീണ്ടും പള്ളിയിൽ വരാൻ പ്രാർത്ഥിക്കുക. ഭാര്യ മരിച്ച ഡേവിൻ്റെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കാർഡ് മിനിസ്ട്രി ടീമിന് ഇതുപോലുള്ള പ്രാർത്ഥനാ അഭ്യർത്ഥനകളുടെ ഒരു ലിസ്റ്റ് തന്നെ പ്രതിവാരം ലഭിക്കുന്നു. ഓരോ വിഷയത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഓരോ വ്യക്തിക്കും കൈകൊണ്ടെഴുതിയ ഒരു കുറിപ്പ് അയക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാ അഭ്യർത്ഥനകൾ വളരെയധികമാണ്. ഞങ്ങളുടെ ശ്രമങ്ങൾ ചെറുതും ശ്രദ്ധിക്കപ്പെടാത്തതുമായി തോന്നിയേക്കാം. അടുത്തിടെ മരിച്ചുപോയ പ്രിയപ്പെട്ട ഭാര്യയുടെ ചരമ വാർത്തയുടെ ഒരു പകർപ്പ് സഹിതം ഭർത്താവ് ഡേവിൽ നിന്ന് ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ടുള്ള കാർഡ് ലഭിച്ചതിനു ശേഷം ഞങ്ങളുടെ ചിന്താഗതികൾ മാറി. പ്രാർത്ഥനയാണ് പ്രധാനമെന്ന് ഞാൻ വീണ്ടും മനസ്സിലാക്കി. നാം ആത്മാർത്ഥതയോടെ, പലപ്പോഴും പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു മാതൃക കാട്ടി. ഭൂമിയിലെ യേശുവിൻ്റെ സമയം പരിമിതമായിരുന്നു. എന്നാൽ യേശു പ്രാർത്ഥിക്കുന്നതിന് മുൻഗണന നൽകി. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവും ഈ പാഠം പഠിച്ചു. ഒരു രോഗം താമസിയാതെ അവൻ്റെ ജീവൻ എടുക്കുമെന്ന് പ്രവാചകൻ അവനോട് പറഞ്ഞു. കഷ്ടതയുടെ നടുവിൽ കൈപ്പോടെ കരഞ്ഞുകൊണ്ട് ഹിസ്കിയാവും മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ മറുപടി ഉടനടി ആയിരുന്നു. അവൻ ഹിസ്കിയാവിൻ്റെ രോഗം സുഖപ്പെടുത്തി. ഹിസ്കിയാവിൻ്റെ ആയുസ് 15 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. മാത്രമല്ല, ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. ദൈവം ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് ഹിസ്കിയാവ് ഒരു നല്ല ജീവിതം നയിച്ചത് കൊണ്ടല്ല, മറിച്ച് എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവുമാണ്. നാം ആവശ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും ലഭിക്കണമെന്നില്ല. എന്നാൽ ഓരോ പ്രാർത്ഥനയിലും ദൈവം പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാൻ കഴിയും. ചിന്തിക്കുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കാണ് പ്രാർത്ഥന ആവശ്യമുള്ളത്? ഇടയ്ക്കിടെ നിന്ന് കൂടുതൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സ്വയം ഓർമ്മിപ്പിക്കാനാകും? ദൈവത്തിന് മഹത്വം.